വയനാട് എടവകയിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന മാനന്തവാടിയിലേക്ക് നീങ്ങുന്നുവെന്ന് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം. KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്കാണ് ആന ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വനപാലകരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ആനയെ കാട്ടിലേക്ക് തുരത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? അവിടെ നിന്ന് പറയൂ. SKN ഇപ്പോൾ നിലവിൽ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് കോടതി പരിസരത്താണ്. അതായത് നഗരത്തിൽ തന്നെ എത്തിയിരിക്കുന്നു. നഗരത്തെ നടുവിൽ തന്നെയാണ് ഈ കോടതി ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനെ തുരത്തുക എന്നുള്ളത് ഏറെ ശ്രമമായ ദൗത്യം തന്നെയാണ്. വനം വകുപ്പ് ആ ദൗത്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുകൾക്ക് നിലവിൽ ഒരു തരത്തിലുള്ള ഹാനിയോ മറ്റോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ആന സുഗമമായ രീതിയിൽ തന്നെ നടന്ന് തന്നെ നീങ്ങുകയാണ്. ഇത് കോടതി പരിസരത്താണ് ഇപ്പോൾ നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഈ മക്കിമല ഭാഗത്ത് നിന്ന്, അതായത് തലപ്പുഴ മേഖലയിൽ നിന്ന്, വനമേഖലയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഇത് ഈ കർണാടകയിലെ നാഗർഹോള വനമേഖലയിൽ നിന്നാണ് ഈ ആന എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യം ഈ ആനയെ കണ്ടത് എടവക പഞ്ചായത്തിലാണ്. എടവക പഞ്ചായത്ത് വനമില്ലാത്ത ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ എങ്ങനെ ഈ ആന എത്തിപ്പെട്ടു എന്നുള്ളതാണ് സംശയം. ഇന്ന് പുലർച്ചെയാണ് ഈ ക്ഷീര കർഷകരാണ് ഈ ആനയെ ആദ്യം കാണുന്നത്. അത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ഒരുപക്ഷെ നാഗർഹോള വനത്തിനകത്ത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിൽ, കർണാടകയുടെ മേഖലയിൽ നാട്ടിലിറങ്ങി അലോസരം സൃഷ്ടിച്ച ആനയായിരിക്കാം, ജനജീവിതത്തെ ബാധിച്ചിരുന്ന ആനയായിരിക്കാം ഇത് വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ സ്ഥാപിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എടവക പഞ്ചായത്തിലെ പായോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ആനയെ ആദ്യം കാണുന്നത്. അവിടെ ക്ഷീര കർഷകർ ഈ ആനയെ കാണുകയും പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുകയാണ് ചെയ്തത്. ആനയെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിനെ ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഇത് തൊട്ടടുത്ത് തന്നെയാണ് മാനന്തവാടി നഗരം. ആ നഗരത്തിലേക്ക് എത്തുകയും ഇപ്പോൾ നിലവിൽ നഗരത്തിലെ കോടതി പരിസരത്താണ് ഈ ആനയുള്ളത്. ഇതിനെ എങ്ങനെ അവിടെ നിന്നും തുരത്തി തിരികെ വനത്തിലേക്ക് എത്തിക്കാം എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് ആന മറ്റൊരു രീതിയിലേക്ക്, അതായത് അത് ക്ഷുഭിതനാകാത്ത രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പടക്കം പൊട്ടിച്ചും മറ്റും അതിന്റെ ദിശ നിർണയിച്ചുകൊണ്ട് അതിനെ കാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളും കോളേജുകളും എല്ലാം തുറക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ, കടകൾ തുറക്കുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ മാനന്തവാടി നഗരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ജനത്തിരക്ക് വരുമ്പോൾ സ്വാഭാവികം സംഭവിക്കുന്ന നഗരമാണ്. അതിന്റെ എല്ലാം തന്നെ പ്രതിസന്ധി ഇപ്പോൾ നിലവിൽ ഉണ്ട്. വനംവകുപ്പിന് മുമ്പിൽ, പോലീസിന് മുമ്പിലും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. വാഹനങ്ങൾ പല ഘട്ടങ്ങളിൽ തിരിച്ചുവിടുന്ന ഒരു നിലയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതി പരിസരത്താണ് ആന നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. ഈ ആനയെ തുരത്തേണ്ടതുണ്ട്. അത് സുഗമമായ രീതിയിൽ തന്നെ ഇതിനെ തുരത്തേണ്ടതുണ്ട്. ആ തുരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് സന്നാഹം തന്നെ ഉണ്ട്. കോടതി പരിസരത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ് ഈ ആന. അതിന്റെ പരിസര പ്രദേശങ്ങളിലായി നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവിടെ നിന്നും മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ആന മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. പ്രത്യേകിച്ച് കൃഷിനാശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളെ ആക്രമിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വനംവകുപ്പിൽ തന്നെ ലഭ്യമാവുന്ന വിവരം. എന്തായാലും ആനയെ തുരത്തേണ്ടതുണ്ട്. ആ തുരത്താനുള്ള ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് വനംവകുപ്പ്. ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ, അതായത് മാനന്തവാടി നഗരത്തിന്റെ നടുക്കായാണ് ഈ കോടതി സമുച്ചയമുള്ളത്. ആ കോടതി സമുച്ചയത്തിന്റെ പരിസരത്തായി നിലയുറപ്പിച്ചിരിക്കുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആനയെ തുരത്താനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുകയാണ്. SKN, അവിടെ ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ സുർജിത്ത്? ജനങ്ങളെ ഇതെങ്ങനെയാ ബാധിച്ചിരിക്കുന്നത്? ഇപ്പോൾ ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. കാരണം ആ മേഖലയിൽ ജനജീവിതം സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് വനംവകുപ്പ് പുലർത്തുന്നത്. പ്രത്യേകിച്ച് നഗരമാണ്. ആ നഗരപ്രദേശത്ത് ഈ ആനയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ രാവിലെ തന്നെ ഈ വിധത്തിൽ തീർത്തും അപ്രതീക്ഷിതമായാണ് ഇതിന്റെ സഞ്ചാരം നഗരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എടവക പഞ്ചായത്ത് കഴിഞ്ഞാൽ വെള്ളമുണ്ട പഞ്ചായത്താണ്. വെള്ളമുണ്ട പഞ്ചായത്താണ്
ഈ വന മേഖല ഉള്ളത്. വെള്ളമുണ്ട പഞ്ചായത്തിൽ വനമുണ്ട്, ധാരാളം വനമുണ്ട്. അവിടേക്ക് എത്താനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് നടക്കാത്ത ഒരു സാഹചര്യം, അത് പ്രായോഗികമാകാത്ത ഒരു സാഹചര്യത്തിലാണ് അതിന്റെ ദിശ നിർണയിച്ചുകൊണ്ട് അതിന് മാനന്തവാടി നഗരത്തിലേക്കാണ് ഈ ആന നടന്ന് എത്തിയത്. ആ നഗരത്തിൽ ഇപ്പോൾ നഗരത്തിന്റെ ഒത്ത നടുവിലാണ് ഈ കോടതി സമുച്ചയമുള്ളത്. ആ കോടതി സമുച്ചയത്തിന്റെ പരിസര ഭാഗങ്ങളിലായാണ് ഈ ആന നിലയുറപ്പിക്കുന്നത്. ആനയെ ഇനി മറ്റേതെങ്കിലും തരത്തിൽ അത് എങ്ങനെയെങ്കിലും അതിനെ ഈ മക്കിമല ആ ഭാഗത്തേക്ക് തുരത്താൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. ഏറെ ദൂരമുണ്ട് വനം, ഈ മാനന്തവാടി നഗരത്തിൽ നിന്നും ഏറെ ദൂരമുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഏത് തരത്തിലാകും വനംവകുപ്പിന്റെ നീക്കം എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോഴും ഈ മേഖല, അതായത് ജനവാസ മേഖലയിൽ ധാരാളം കെട്ടിടങ്ങളുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അത്തരത്തിലുള്ള മേഖല തന്നെ ഈ മാനന്തവാടി നഗരം. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിട്ടും മറ്റുമായി അത്തരത്തിലുള്ള ശ്രമം ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളിലേക്ക് എത്തരുത്, അതിനുള്ള ഒരു ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ഈ സമയം വരെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനിയും അത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയുള്ള ഒരു ജാഗ്രതാ പ്രവർത്തനമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഏതെങ്കിലും വിധേന ആനയെ കാട്ടിലേക്ക് തന്നെ തിരികെ തുരത്തേണ്ടതുണ്ട്. ആ തുരത്താനുള്ള ശ്രമമാണ്. നാഗർഹോളെ വനമേഖലയിൽ വലിയ രീതിയിലുള്ള അലോസരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു ആനയായിരിക്കാം ഇത് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കരുതുന്നത്. കാരണം കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ആനയാണ്, നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തുള്ള ആനയല്ല. കർണാടക വനംവകുപ്പാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചതുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങളും വിവരങ്ങളും എല്ലാം തന്നെ പുറത്തു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ആനയെ തിരികെ വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമം നടത്തുന്നത്. ബ്രഹ്മഗിരി മലനിരയോട് ചേർന്ന് കിടക്കുന്ന, അതായത് മക്കിമലപ്പുറം ഏതാനും കിലോമീറ്റർ പിന്നിട്ടാൽ അത് കർണാടകയുടെ അധീനതയിലുള്ള വനപ്രദേശമാണ്. ആ വനപ്രദേശത്തു നിന്നും ഈ ആന നേരെ തലപ്പുഴയിലെത്തിയ ശേഷം അവിടെ നിന്നും തോട്ടങ്ങൾ വഴി ഒരുപക്ഷെ എടവക പഞ്ചായത്തിലെത്തിയതാകാം എന്നാണ് കരുതുന്നത്. എടവക പഞ്ചായത്തിൽ നിന്നാണ് പിന്നീട് ഇന്ന് പകൽ ഈ വനംവകുപ്പുകാർ അതിനെ പിന്തുടർന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഇതിപ്പോൾ മാനന്തവാടി നഗരപ്രദേശത്ത് എത്തിയിരിക്കുന്നത്. മാനന്തവാടി നഗരപ്രദേശത്ത് വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ആളുകളെ സംബന്ധിച്ച് ഭയമുണ്ട്. പ്രത്യേകിച്ച് ഇത് കാട്ടാനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം ഈ വനംവകുപ്പും പോലീസും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുകൾ അവിടേക്ക് ഇങ്ങനെ തുടർച്ചയായി കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയമാണ് ഇത്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ, അതായത് കൂടുതൽ വാഹനങ്ങൾ എത്തും. ഒപ്പം തന്നെ കടകൾ തുറക്കുന്ന സമയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയം, അതുകൊണ്ട് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയം, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആളുകളുടെ തിരക്ക് കൂടുന്ന ഒരു സമയമായതിനാൽ തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം വനംവകുപ്പും അതോടൊപ്പം തന്നെ പോലീസും നൽകിയിട്ടുണ്ട്. നിലവിലും ഇപ്പോഴും ആന ഈ കോടതി പരിസരത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകുന്നുണ്ട് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. അതിനെ പിന്തുടർന്ന ആളുകൾ ഇങ്ങനെ അതും വലിയ പ്രതിസന്ധിയാണ്. അത്തരത്തിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും മറ്റവസരങ്ങളൊന്നും നിലവിൽ ഉണ്ടാക്കിയിട്ടില്ല. ആന മറ്റ് പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. കൂടുതൽ ആളുകൾ അവിടെ തമ്പടിക്കാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. വയനാട് ഇടവകയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വെളുപ്പിന് മാനന്തവാടിയിലേക്ക് ഈ ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്കാണ് ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വനപാലകരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളപായങ്ങളോ ആൾനാശമോ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടോ ഒന്നും വലിയ കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കാട്ടാനയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം എന്ന് വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ സുരക്ഷിതമായ ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ കാട്ടാന ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ കാട്ടാന റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് എന്നും കൂടി മനസ്സിലാക്കുന്നു. കർണാടക സർക്കാരിൻ്റെ വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കാട്ടാനയാണ്. ഏതെങ്കിലും രീതിയിൽ ഭീതി ഉണ്ടാക്കിയ, അരിക്കൊമ്പനെ പോലെ ഏതെങ്കിലും ഭീതി ഉണ്ടാക്കിയ ഒരു കാട്ടാന തന്നെ ആകണം. അതുകൊണ്ടായിരിക്കാം ഇതിന് റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാവിധമായ ജാഗ്രതയും വനംവകുപ്പ് പാലിക്കുന്നുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്.